നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ സൗണ്ട് ഉണ്ട്, ക്ഷമിക്കുക. അപ്പുറത്ത് വുഡ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. സോ വീഡിയോയിലോട്ട് വരുമ്പോഴേക്ക് ഇന്നലെ മാർച്ച് 2-1 റയൽ മാഡ്രിഡിനോട് എവേ ചെന്ന് തോക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. കിലിയൻ എംബാപ്പയുടെ ഡബിൾ ആണ് ചാബി അലോൺസോയുടെ അണ്ടർ റയൽ മാഡ്രിഡിന്റെ UCL ക്യാമ്പയിൻ ഒരു വിക്ടറിയോടുകൂടി തുടങ്ങാൻ സഹായിച്ചിരിക്കുന്നത്. 2 പെനൽറ്റി ഗോളുകളാണ് വന്നത്. സോ ഈ മാച്ചിൽ കോൺട്രവേഴ്സി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ആ ഒരു സെക്കൻഡ് ഇൻസിഡന്റ് പെനൽറ്റി ആണോ അല്ലയോ എന്നുള്ളത് പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളിപ്പം റയൽ മാഡ്രിഡിനെ മറ്റൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവിടെ ആ റെഫറിയുടെ കോളാണ്. റെഫറിയാണ് അവിടെ വിളിച്ചത് അത് പെനൽറ്റി ആണെന്ന്. അത് പെനൽറ്റി റയൽ മാഡ്രിഡ് എടുക്കുക തന്നെ ചെയ്ത് അത് കൺവേർട്ട് ചെയ്യുകയും ചെയ്തു. സോ നമ്മളിവിടെ ഇപ്പം ബാർസലോണയ്ക്ക് അനുകൂലമായിട്ട് വരുമ്പോൾ ബാർസലോണയാവും, റയൽ മാഡ്രിഡിന് അനുകൂലമായിട്ട് വരുമ്പോൾ മാഡ്രിഡാവും. ലാസ്റ്റ് വീക്ക് നമ്മൾ കണ്ടു റയൽ മാഡ്രിഡിന് അഗേൻസ്റ്റ് ആ ഒരു റെഡ് കാർഡ് ഇൻസിഡന്റ് ഹഡ്സന്റെ വരുന്നുണ്ട്. ആ ഓൾമോസ്റ്റ് സിമിലർ ഇൻസിഡന്റ് ഇന്ന് VRL മാച്ചിൽ അത് യെല്ലോ കാർഡ് മാത്രമായിരുന്നു. സോ അങ്ങനത്തെ പല സിറ്റുവേഷൻസ് വരാം. നമ്മളിവിടെ ക്ലബ്ബുകളെ കിടന്ന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് UFAയിലെ റെഫറിങ്ങിന്റെ ഇൻകൺസിസ്റ്റൻസിയാണ്. അത് ലലീഗയിലും പ്രീമിയർ ലീഗിലും സിരിയയിലും എല്ലാം നടക്കുന്നുണ്ട്. സോ റെഫറിങ് ഇൻകൺസിസ്റ്റൻസിനെ കുറ്റം പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. നമ്മളൊരു പർട്ടിക്കുലർ ക്ലബിന്റെ മേൽ ഇത് അടിച്ചേൽപ്പിച്ചിട്ട് യാതൊരു കാര്യമില്ല. സോ നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയും. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം, ഈ ഒരു സിറ്റുവേഷനിൽ അവിടെ മദീന വന്നാണെങ്കിൽ ടാക്കിൾ ചെയ്യുവാണ്. ആരെ? വിനീഷ്യസ് ജൂനിയറിനെ ടാക്കിൾ ചെയ്യുന്നു. ആ ബോൾ ആദ്യം ആൾ വിൻ ചെയ്യുന്നു. പിന്നീട് ആളുടെ ആമിൽ ചെന്നത് കൊള്ളുകയാണ്. അത് ആൾക്ക് ഒരു ക്ലിയർ കോൺടാക്റ്റും ഇല്ല, അത് ക്ലിയർ ഐഡിയ ഇല്ല. അത് ഡെലിബറേറ്റ് ഹാൻഡ് ബോളോ മറ്റോ ഒന്നുമല്ല, ഒരു ഐഡിയ ഇല്ല. അത് പുറകെ വന്ന് കൊള്ളുകയാണ്. and അവിടെ നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണാം. അതാണെങ്കിൽ ഒരു എന്നാ പറയുക, ഒരു ടീംമേറ്റിൻ്റെ അടുത്തോട്ടോ മറ്റോ ഒന്നും അല്ല ഫോൾ ചെയ്യാൻ പോകുന്നത്. ക്ലിയർ ഗോൾ സ്കോറിങ് ഡിനൈ ചെയ്യുന്നുണ്ടോ അവിടെ ഹാൻഡ് ബോൾ കൊണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഗ്യാരണ്ടി ഇല്ല. പക്ഷേ അവിടെ റെഫറി പെനൽറ്റി വിളിക്കുകയാണ്. VAR പുള്ളിനെ സ്ക്രീനിലോട്ട് വിളിച്ചു ഇല്ല ചെക്ക് ചെയ്യാനായിട്ട്. സോ അത് പെനൽറ്റി ആയിട്ട് കിലിയൻ എംബാപ്പെ കൺവേർട്ട് ചെയ്യാണ്. സോ അത് അവിടെ കഴിഞ്ഞു. ഓക്കെ, ആ ഒരു കോള് മേ ബി ചെറിയൊരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു കോള് ആ സമയത്ത് റയൽ മാഡ്രിഡിന് വന്നു. അങ്ങനെ പല ക്ലബ്ബുകൾക്ക് ഇത് കിട്ടാറുണ്ട്. സോ ഇന്നലത്തെ മാച്ചിൽ അത് റയൽ മാഡ്രിഡിന് വന്നു. സോ അവിടെ റെഫറിനെയും VARനെയും നമുക്ക് കുറ്റം പറയാം, എന്തുകൊണ്ട് ഇന്റർഫിയർ ചെയ്തില്ല. ബട്ട് റെഫറി എന്തുകൊണ്ട് ആ ഒരു കോൾ ആ പിച്ചിൽ അപ്പം വിളിച്ചു. മേ ബി റെഫറി അവിടെ പെനൽറ്റി വിളിച്ചില്ലായിരുന്നെങ്കിൽ അത് VAR ഇന്റർഫിയർ ചെയ്ത് അത് പെനൽറ്റി കൊടുക്കാൻ പറയത്തുമില്ലായിരുന്നു. സോ അത് നമുക്ക് ഫുൾ ബ്ലെയിം ആ റെഫറിയുടെ മേലെ പറയാൻ പറ്റത്തുള്ളൂ ആ ഒരു ഇൻസിഡന്റിൽ. സോ അത് റയൽ മാഡ്രിഡിന് പെനൽറ്റി കിട്ടുന്നു, അത് ഗോളായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഹാർഷ് ആണോ ചോദിച്ചാൽ ഹാർഷാണ്. മാർസയുടെ മേലെ അവർ ലക്കില്ല, ക്ലിയർലി നമുക്കറിയാവുന്ന കാര്യമാണ്. അത് പറഞ്ഞിട്ടും കാര്യമില്ല, ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം. അത് എല്ലാ ടീമിനും ഇങ്ങനെ ഫേവറബിൾ ആയിട്ട് എഗെയിൻസ്റ്റും കിട്ടാറുണ്ട്. ഓക്കെ, നാളെ നമ്മുടെ ടീമിന് ഫേവറബിൾ ആയിട്ട് കിട്ടുമ്പോൾ നമ്മളത് വാദിക്കാനായിട്ട് നോക്കുക, അത് ഇനി കിടന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അവിടെ നിന്ന് മറ്റൊരു ഇൻസിഡന്റ്, ഡാനി കർവാളിന്റെ റെഡ് കാർഡാണ്. നിങ്ങൾക്ക് ഇപ്പം കാണാം. ഡാനി കർവാൾ ഇന്നലത്തെ മാച്ചിലെ ലൈനപ്പിൽ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ആൾ ആദ്യത്തെ മിനിറ്റുകളിൽ തന്നെ ഇഞ്ചുറി പറ്റിപ്പോയി. കർവാൾ പിച്ചിലിറങ്ങി. സോ കർവാൾ പോലത്തെ ടീമിന്റെ ക്യാപ്റ്റൻ, ഇത്ര എക്സ്പീരിയൻസ്ഡ് ക്യാമ്പയിനർ ഒരിക്കലും അവിടെ ആ ഒരു ഹെഡ്ബട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. പലരും മൈന്യൂട്ട് അല്ലേ സോഫ്റ്റ് അല്ലേ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം. ഇത് 10 വർഷം മുമ്പായിരുന്നെങ്കിൽ ഓക്കെ, ഇതൊരു യെല്ലോ കാർഡായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അത് ക്ലിയർ റെഡ് കാർഡാണ്. കാരണം അവിടെ റൂളിയെ ഡാനി കർവാളിനിടയിൽ ഒരു ആർഗ്യുമെന്റ് ഉണ്ടാവുകയാണ്. അവിടെ ഫേസ് ടു ഫേസ് പോകുമ്പോഴേക്കും മാക്സിമം ഹെഡ് ഉപയോഗിക്കായിരിക്കും. അവിടെ പാർട്ട് ഓഫ് അഗ്രഷൻ വന്നത് ഡാനി കർവാളിന്റെ ഭാഗത്തു നിന്നാണ്, ഫിസിക്കൽ അഗ്രഷൻ വന്നത്. സോ അതുകൊണ്ട് അവിടെ ക്ലിയർ റെഡ് കാർഡാണ്, അതിൽ ആർഗ്യൂ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അവിടെ റെഡ് കാർഡ് കിട്ടി. 10 മാനുമായിട്ടാണ് റയൽ മാഡ്രിഡ് കളിച്ചത്. അതിനുശേഷം ഫസ്റ്റ് പെനൽറ്റി ഇൻസിഡന്റ്, അതിൽ യാതൊരു കോൺട്രവേഴ്സിയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ക്ലിയർ, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ഈവൻ അവരുടെ പ്ലേയേഴ്സ് പോലും ആർഗ്യൂ ചെയ്യാൻ പോയില്ല. കൊണ്ടോംബിയുടെ ക്ലിയർ ഫൗൾ ഓൺ റോഡ്രിഗോ, അതൊരു പെനൽറ്റി വരികയും ചെയ്തു. 2 പെനൽറ്റീസ്. ഈ സെക്കൻഡ് പെനൽറ്റി മാത്രമാണ് ഒരു കോൺട്രവേഴ്സി സിറ്റുവേഷൻ, അല്ലാതെ മാച്ചിൽ വലുതായിട്ടൊന്നുമില്ല. സോ ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും റയൽ മാഡ്രിഡ് ഓൾമോസ്റ്റ് 3.75 XG ഒക്കെ ഉണ്ടായിരുന്നു. 15ഓളം ഷോട്ട്സ് ഓൺ ടാർഗറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ മാർസെ ഈവൻ ദോ XG 1 താഴെയാണേലും മാർസെ റയൽ മാഡ്രിഡിന്റെ മേൽ പല സിറ്റുവേഷൻസിലും റയൽ മാഡ്രിഡിനെ ഡിഫെൻസീവ്ലി വറി ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും എന്താണ് സംഭവിച്ചത്? റയൽ മാഡ്രിഡിന്റെ ലൈനപ്പ് ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അവരുടെ വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് ലൈനപ്പായിട്ട് പോയത് വിനീഷ്യസ് ജൂനിയറിനെ ബെഞ്ച് ചെയ്തു, റോഡ്രിഗോനെ സ്റ്റാർട്ട് ചെയ്തു. മസ്തുവാനുവാനോ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് വന്നു. മസ്തുവാനുവാനോ ഓവറോൾ ഹാഡ് എ റിയലി ഗുഡ് ഗെയിം. അതിലോട്ട് ഞാൻ വരാം. പക്ഷെ അതിനേക്കാളും മുമ്പ് ഇന്നലത്തെ മാച്ചിൽ റയൽ മാഡ്രിഡിന്റെ മുമ്പിലെ ബിഗ്ഗസ്റ്റ് ബോൾ ആരാണെന്ന് ചോദിച്ചാൽ അത് റൂളി തന്നെയായിരുന്നു. മാൻ ഓഫ് ദ മാച്ച് ലെവൽ പെർഫോമൻസ് ആയിരുന്നു റൂളിയുടെ. അവരുടെ ഗോൾ കീപ്പറിന്റെ പുള്ളി നല്ല കിഡിലൻ സേവുകളൊക്കെ നടത്തുന്നുണ്ട് മാച്ചിൽ ത്രൂ ഔട്ട്. മേ ബി പുള്ളി ഇല്ലാതെങ്കിൽ സ്കോർ ലൈൻ ഇതിന് മേളിൽ പോയാൽ. പക്ഷേ ഇന്നലത്തെ മാച്ചിൽ റയൽ മാഡ്രിഡ് ചെയ്ത സംഭവം നിങ്ങൾക്ക് ഇപ്പോൾ പിക്ചറിൽ കാണാം. അവർ മാൻ ടു മാൻ അഗ്രസീവ്ലി വന്ന് നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് പ്രസ് ചെയ്യണം. സോ ഇപ്പോൾ ഈ പിക്ചറിൽ കാണാം മാർസയുടെ ഹാഫിൽ 7 റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ് ആണുള്ളത്. ഓക്കെ, റയൽ മാഡ്രിഡ് റിസ്ക് എടുക്കുവാണ്. സോ മാർസയുടെ 7 പ്ലേയേഴ്സ്, അവരുടെ 7 പ്ലേയേഴ്സ്. സോ 3 vs 3 സിറ്റുവേഷൻ ഇൻ ബിഹൈൻഡ് ഇവിടെയാണ്. സോ റയൽ മാഡ്രിഡിന്റെ റെസ്റ്റ് ഡിഫൻസ് നല്ലതാണ്. അപ്പോൾ മാർസയുടെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എന്താണ്? സെൻട്രലിലൂടെ പെനട്രേറ്റ് ചെയ്യുക. ഡിസർബിയുടെ സ്ട്രെങ്ത് അതാണ്. സോ സെൻട്രൽ ചാനൽസിലെ ഒപ്പോണൻസിന്റെ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് റയൽ മാഡ്രിഡ് നല്ലപോലെ, ഇവൻ ലീഗിൽ നമ്മൾ കണ്ട കാര്യമാണ്, റെസ്റ്റ് ഡിഫൻസ് നല്ലപോലെ തന്നെയാണ് ഷേപ്പ് ചെയ്യുന്നത്. റെസ്റ്റ് ഡിഫൻസ് കാര്യത്തിലാണെങ്കിലും. സോ കൗണ്ടർ അറ്റാക്കിംഗ് സിറ്റുവേഷൻ, ഇപ്പോഴത്തേക്ക് സിറ്റുവേഷൻ ഒപ്പോസിഷൻ ഒപ്പോണന്റ് കീപ്പ് ചെയ്യുമ്പോൾ കമ്മിറ്റ് ചെയ്ത് നമ്മൾ പ്രസ് ചെയ്താലും നമ്മുടെ ടീംമേറ്റ്സിന് ട്രാക്ക് ബാക്ക് ചെയ്ത് കവർ കൊടുക്കാനായിട്ടുള്ള ടൈം നമ്മൾ അലോ ചെയ്യും. ആ രീതിയിൽ അവർ നല്ല രീതിയിൽ പൊസിഷൻ ചെയ്യാറുണ്ട്.
പക്ഷേ ഇന്നലത്തെ മാച്ചിൽ റയൽ മാഡ്രിഡിനെ വറി ചെയ്ത കാര്യം അവർക്ക് നല്ല 2 വിങ്ങേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ സെൻട്രലി അവർ ഈവൻ ദോ ട്രാൻസിഷനിൽ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും വൈഡ് ഏരിയാസ് പലപ്പോഴും എക്സ്പോസ്ഡ് ആയിരിക്കും. സോ നമ്പേഴ്സ് ഇപ്പോൾ ചൗമനിയുടെ ഒക്കെ പൊസിഷൻ നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണാം, അഗ്രസീവ്ലി ഹൈ ആണ്. വാൽവേഡയും ചൗമനിയും കറേറാസും എല്ലാവരും. സോ 3 vs 3 സിറ്റുവേഷൻ ആണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ വൈഡ് ഏരിയാസ് ബ്ലോക്ക് ചെയ്യുക ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. സെൻട്രലി അവർക്ക് ബ്ലോക്ക് ചെയ്യണം. സോ വൈഡിൽ ഇഫ് യു ഹാവ് ഗുഡ് പ്ലേയേഴ്സ് റയൽ മാഡ്രിഡിന് അഗേൻസ്റ്റ് എസ്പെഷ്യലി ട്രാൻസിഷനിൽ അല്ലെങ്കിൽ ബിൽഡപ്പ് ഫേസിൽ നിങ്ങളെ അവർ അഗ്രസീവ്ലി വന്ന് കമ്മിറ്റ് ചെയ്ത് ഡിഫെൻഡ് ചെയ്യുമ്പോൾ സ്പേസസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനത്തെ മൂമെന്റ്സ് ഇന്നലെ ധാരാളം ഉണ്ടായിരുന്നു. സോ ഡിസർബി എന്താണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? സോ ഡിസർബിയുടെ പാറ്റേൺ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ അവിടെ ആ ഗോൾ കിക്ക് എടുക്കുന്ന സിറ്റുവേഷനിൽ അവർ 2 സെൻറ്റർ ബാക്സും വൈഡ് ആവുന്നു, എന്നാ പറയുക, ഒരു 3 at the back സിസ്റ്റം ആവുന്നു. 2 ഫുൾ ബാക്സ് എക്സ്ട്രീമിലി സ്ട്രെച്ച് ചെയ്യുന്നു, അങ്ങോട്ടേക്ക് ബോൾ ചെയ്യുന്നു വൈഡ് ഏരിയാസിലൂടെ. ഇപ്പം എന്താണ് ഒപ്പോണൻറ്റിനെ മാക്സിമം അട്രാക്ട് ചെയ്യുക ആൻഡ് സ്പേസുകൾ സെൻട്രലി ക്രിയേറ്റ് ചെയ്യുക. ഓവർ ദ ബോൾ ടോപ്പ് പോകാൻ പറ്റുവാണെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഒരു ലൈൻ ബ്രേക്കിംഗ് പാസുകൾ ചെയ്യുക. സോ അതാണ് ഇന്നലെ ശ്രമിച്ചത്. ആൻഡ് സെൻട്രൽ ചാനൽസിൽ എസ്പെഷ്യലി അത് മാക്സിമം ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു റയൽ മാഡ്രിഡ്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. സോ ഡിഫെൻസീവ്ലി അത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഫസ്റ്റ് മിനിറ്റ്സുകളിൽ റയൽ മാഡ്രിഡിൻ്റെ പ്രസ്സും അന്യായമായിരുന്നു. ആദ്യത്തെ ഒരു 30 minutes എസ്പെഷ്യലി ആദ്യത്തെ ഒരു 15 minutes മാർസയ്ക്ക് യാതൊരു ഐഡിയയും കിട്ടുന്നില്ലായിരുന്നു. ആദ്യത്തെ ഒരു 15 minutiനുള്ളിൽ 3-0 ആക്കാനായിട്ടുള്ള അവസരങ്ങൾ ആർക്ക് റയൽ മാഡ്രിഡ് ഉണ്ടായിരുന്നു. ഫൈനൽ തേർഡിൽ വേസ്റ്റ്ഫുൾ ആയിരുന്നു ഓവർ. സോ റയൽ മാഡ്രിഡ് ആദ്യത്തെ മിനിറ്റുകളിൽ നല്ലപോലെ തന്നെ ശ്രമിക്കുന്നുണ്ടായിരുന്നു, പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. മാർസയ്ക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ പിന്നീട് ഗെയിമിൽ ഒരു ഗ്രിപ്പ് കിട്ടിയപ്പം മാർസ ആ ഒരു സെയിം ടാക്ടിക്സ് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തു. അവരെ 2 ഫുൾ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് വരുന്നു, 2 ഫുൾ സെൻറ്റർ ബാക്സ് വൈഡിലോട്ട് പോകുന്നു, ഫുൾ ബാക്സ് എക്സ്ട്രീമിലി പോകുന്നു. സോ നമുക്കറിയാം പുള്ളി ഒരു ബോക്സ് മിഡ്ഫീൽഡ് ഫോം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. സോ അത് തന്നെ ഇന്നലെ ആൾ ശ്രമിക്കുന്ന സിറ്റുവേഷൻസ് നമ്മൾ കണ്ടു. പക്ഷേ സെൻട്രലി പ്രോഗ്രസ് ചെയ്യാൻ പറ്റാനുണ്ട് വൈഡ് ഏരിയാസിലൂടെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുന്നത് കണ്ടു. നമ്മൾ ഗ്രീൻവുഡിനെ യൂസ് ചെയ്യുന്നുണ്ട്, മെദീനയും അതുപോലെ എമർസൺ പലപ്പോഴും വൈഡ് ഏരിയ നല്ലോണം എക്സ്പ്ലോർ ചെയ്യുന്നത്. തിമോത്തിവെ ട്രാൻസിഷന് ഡേഞ്ചറസ് ആയിരുന്നു. അബമിയാങ് സെൻട്രലി ഡ്രോപ്പ് ചെയ്ത് ലിങ്ക് അപ്ലൈയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. കൊണ്ടോംബെ ഈവൻ ദോ ഫസ്റ്റ് ഹാഫിൽ ബാഡായിരുന്നു, സെക്കൻഡ് ഹാഫിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് ഹോയ്ബർഗ് കുഴപ്പമില്ലാതെ ഈ പാസുകൾ പിന്നീട് റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഒരു 30 minutes ശേഷം പതുക്കെ മാർസ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഒരു ലാസ്റ്റ് 50 minutes എൻഡ് ടു എൻഡ് സ്റ്റഫ് നമ്മൾ കാണുന്നതും കണ്ടു. സോ റയൽ മാഡ്രിഡിന്റെ ഇനിഷ്യൽ പ്രസ് ബീറ്റ് ചെയ്താൽ ആൻഡ് വൈഡ് ഏരിയാസിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് പറ്റിയ വിങ്ങേഴ്സും ഉണ്ടെന്നുള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ റയൽ മാഡ്രിഡ് വൾണറബിൾ ആണ് എന്ന് നമ്മൾ കണ്ടു. കൂടാതെ ഇന്നലെ നമ്മൾ കണ്ട മറ്റൊരു കാര്യം, റയൽ മാഡ്രിഡിന്റെ ഫുൾ ബാക്സ് അഗ്രസീവ്ലി കമ്മിറ്റ് ചെയ്യുന്നില്ലായിരുന്നു. സോ ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ അവിടെ മസ്റ്റോൻഡോനയുടെ ഗൂളറിന്റെ കാര്യം ബോൾ കിട്ടുമ്പോൾ അവിടെ ഡാനി കർവാൾ ഡ്രോപ്പ് ചെയ്ത് നിൽക്കുകയാണ്. ഡാനി കർവാൾ അഗ്രസീവ്ലി കമ്മിറ്റ് ചെയ്ത് ആ ഒരു ഓവർലാപ്പിംഗ് റണ്ണ് നടത്തുന്നില്ല. ആൻഡ് കറേറാസ് പലപ്പോഴും ട്രാൻസിഷൻ സിറ്റുവേഷനിൽ സ്പേസ് ഉള്ളപ്പോഴായിരുന്നു ആ ഓവർലാപ്പിംഗ് റണ്ണ് നടത്തുക. അല്ലാത്തപ്പം കുറച്ച് കൺസർവേറ്റീവ് ആയിരുന്നു. കാരണം അവരുടെ 2 വിങ്ങേഴ്സ് ഗ്രീൻവുഡ് ആണെങ്കിലും വേ ആണെങ്കിലും റിയലി ഡേഞ്ചറസ് ആയിരുന്നു. സോ ഗ്രീൻവുഡും തിമോത്തിവേയും പലപ്പോഴും ഡേഞ്ചർ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതിനകത്ത് തന്നെ ഫുൾ ബാക്സ് കുറച്ച് കൺസർവേറ്റീവ് ആയിരുന്നു. സോ ഇങ്ങനത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ആ ഒരു ഗോൾ വന്ന സിറ്റുവേഷൻ, അവിടെ 6 ഗൂളറാണ് ആ കൂടെ ബോൾ കളയുന്നത്. അവിടെ വളരെ ക്യാഷ്വലായിരുന്നു. സോ റയൽ മാഡ്രിഡ് ആസ് ഗെയിം വെൻഡ് ഓൺ എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലൊക്കെ ലാസ്റ്റ് മൊമെന്റ്സിൽ ഭയങ്കര ക്യാഷ്വലായിട്ട് പെർഫോം ചെയ്യുന്ന പോലെ തോന്നി. എസ്പെഷ്യലി പാസ് ചെയ്യുന്ന കാര്യത്തിലാണ്, ചില സിറ്റുവേഷൻസിൽ പ്രസ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന കാര്യത്തിലാണ്. സോ അത് തന്നെയാണ് ആ ഗോളിലോട്ട് വന്ന് അവിടെ ഹഡ്സൺ കാഷ്വലി ബോളുമായിട്ട് പോകുന്നു, അവിടെ ഗൂളറിലോട്ട് ബോൾ കൊടുക്കുന്നു. സോ അവിടെ ആ ഗൂളറിൽ ഒന്നും കൊടുക്കാൻ പാടില്ലായിരുന്നു. പുള്ളിയുടെ അടുത്ത് അത്രയും 2 players പ്രസ് ചെയ്യാനായിട്ടുള്ളപ്പം ആൻഡ് ഗൂളർ കാഷ്വലി ബോളുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. അവിടെ ബോൾ ലൂസ് ചെയ്യുന്നു. അവിടെ ഗ്രീൻവുഡ് ബോൾ വിൻ ചെയ്യുകയാണ്. ഗ്രീൻവുഡ് ബോളുമായിട്ട് പോകുന്നു. അവിടെ വേനെ റിലീസ് ചെയ്യുന്നു. സോ വേയുടെ ഷോട്ട് എടുക്കുകയാണ്. 1-0 റയൽ മാഡ്രിഡ് എടുക്കുകയാണ്. പിന്നീടാണ് ആ പെനൽറ്റി ഇൻസിഡന്റ് വന്നു. 1-1 ഈക്വലൈസർ ചെയ്യുകയാണ് ആര്, റയൽ മാഡ്രിഡ് ഫസ്റ്റ് ഹാഫ്. പക്ഷേ ഈ ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും അങ്ങനത്തെ സില്ലി മിസ്റ്റേക്സുകൾ റയൽ മാഡ്രിഡ് വരുത്തുന്നുണ്ടായിരുന്നു. ആൻഡ് സെക്കൻഡ് തിങ്, ഗൂളർ ഗെയിമിൽ ഓവറോൾ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ആ അവൻ്റെ ഗെയിമിൻ്റെ ടെമ്പോ ആയിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട്, എസ്പെഷ്യലി മിഡ്ഫീൽഡിലെ പല ഫിസിക്കൽ ബാറ്റിൽസിലും. സോ ജൂഡ് ബെല്ലിംഗം കമ്മിങ് ബാക്ക് അതിനകത്ത് തന്നെ ഒരു ഹ്യൂജ് ബൂസ്റ്റ് ആണ്. സോ ഇന്നലത്തെ മാച്ചിൽ ഗൂളർ ഇപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ആണ്. ഗൂളർ ചില സിറ്റുവേഷൻസിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പിക്ചറിൽ കാണാം, അവിടെ ഒരു ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ്, ഗൂളറിലോട്ട് ബോൾ ചെല്ലുകയാണ്. അവിടെ ഫസ്റ്റ് ടൈം വൈഡിൽ വിനീഷ്യസ് ജൂനിയറിനെ റിലീസ് ചെയ്യാനായിട്ടുള്ള അവസരം ആർക്കുണ്ടായിരുന്നു? ഗൂളറിനുണ്ടായിരുന്നു. പക്ഷേ ഗൂളർ അവിടെ ബോൾ സ്റ്റോപ്പ് ചെയ്ത് പുള്ളി ഗെയിം സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ടായിരുന്നു ചില സിറ്റുവേഷൻസിൽ. സോ അവിടെ അവർക്ക് ട്രാക്ക് ബാക്ക് ചെയ്ത് അവിടെ നിങ്ങൾക്ക് കാണാം പ്രസ് ചെയ്ത് ബോൾ ആരും റിക്കവർ ചെയ്യുകയാണ്, മാർസ റിക്കവർ ചെയ്യുകയാണ്. സോ ഗൂളറിൻ്റെ ഡിസിഷൻ മേക്കിംഗ് ഇന്നലെ ഒരു അല്പം സ്ലോ ആയിരുന്നു. സോ അതും റയൽ മാഡ്രിഡിന്റെ ടെമ്പോനെ ഓവറോൾ അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ റയൽ മാഡ്രിഡ് ഷുഡ് ഹാവ് കിൽ ദ ഗെയിം. സോ ഇവിടെ റൂളിയുടെ 2-3 കുറച്ച് അന്യായ സേവുകൾ ഉണ്ടായിരുന്നു. ഇതിലെ ഒരെണ്ണം നിങ്ങൾക്ക് കാണാം, എംബാപ്പയുടെ ഷോട്ട് പുള്ളി സേവ് ചെയ്യുന്നത്. പിന്നെ മസ്തോൻ്റെ പറഞ്ഞാൽ ഷുഡ് ഹാവ് ഫിനിഷ്ഡ് ഇറ്റ്. നല്ലൊരു ചാൻസ് ആയിരുന്നു അവിടെ റൂളി അത് സേവ് ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. സോ നല്ല ചാൻസുകൾ റയൽ മാഡ്രിഡിന് കിട്ടി. റയൽ മാഡ്രിഡിന്റെ ഇഷ്യൂ ഇവൻ ലീഗിലും കണ്ടൊരു സംഭവം ഇതാണ്, ഫസ്റ്റ് ഹാഫിൽ അവർ അഗ്രസീവ്ലി മാൻ ടു മാൻ പ്രസ് ചെയ്ത് നല്ല സൂപ്പർബായിട്ട് തന്നെ കളിക്കും. ആ ഒരു സിറ്റുവേഷൻസിൽ ധാരാളം ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഒപ്പോണൻസിന് നല്ലപോലെ ബാക്ക് ഫുട്ടിലാക്കാറുണ്ട്.
പക്ഷെ അത് കൺവേർട്ട് ചെയ്യാറില്ല. പലപ്പോഴും ഫസ്റ്റ് ഹാഫിൽ 1-0 ലീഡൊക്കെ എടുത്തോണ്ടാണ് റയൽ മാഡ്രിഡ് പോകുന്നത്. പക്ഷെ അത് 3-0 4-0 ആക്കാനായിട്ടുള്ള അവസരങ്ങളുണ്ട്. ഇന്നലത്തെ മാച്ചിലാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 3-1 സ്കോർ ലൈനായിട്ട് ഫസ്റ്റ് ഹാഫ് പോകാനായിട്ടുള്ള നല്ല അവസരങ്ങൾ റയൽ മാഡ്രിഡിനുണ്ടായിരുന്നു. പക്ഷെ റയൽ മാഡ്രിഡ് അത് കൺവേർട്ട് ചെയ്തില്ല. സോ ചാബി അലോൺസോ ഇനിയും വർക്ക് ചെയ്യേണ്ടത് അതിലാണ്, കൺവേർഷൻ. ഇപ്പാർട്ട് ഫ്രം കിലിയൻ എംബാപ്പെ അതേഴ്സ് ഓൾസോ ഹാസ് ടു സ്റ്റെപ്പ് അപ്പ്. വിനി ഇപ്പോൾ റോഡ്രിഗോ ആയിരുന്നില്ല. ഇപ്പോൾ റോഡ്രിഗോ ഇന്നലെ മോശമല്ലായിരുന്നു, ബട്ട് റോഡ്രിഗോയ്ക്ക് കിട്ടിയ 2-3 ചാൻസുകൾ കൺവേർട്ട് ചെയ്യണമായിരുന്നു. ഹാഫ് ചാൻസ് ആണ്, ബട്ട് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം കൺവേർട്ട് ചെയ്യണമായിരുന്നു റോഡ്രിഗോയുടെ സ്റ്റാൻഡേർഡ് വെച്ച്. ആൻഡ് മസ്തുവാൻഡുവാനോ സൂപ്പർ പ്ലെയർ ആണ്. ഈസ് എ പ്രോപ്പർ മഡ്രിഡ്സ, ഒരു ഡൗട്ടും വേണ്ട. പ്രോപ്പർ മഡ്രിഡ്സാണ്. ഒരു മഡ്രിഡ്സൊക്കെ ഉണ്ട്. എല്ലാ ക്വാളിറ്റിയും പുള്ളിയിലുണ്ട്. എല്ലാ അഗ്രഷനും ഫൈറ്റിംഗ് സ്പിരിറ്റും എന്നാ പറയുക, പ്രസ്സിംഗ് ഇൻറ്റൻസിറ്റി എല്ലാം ഉണ്ട്. പക്ഷേ ഫൈനൽ തേർഡിലുള്ള ആളുടെ ഫസ്റ്റ് ടച്ച്, ഫൈനൽ തേർഡിലുള്ള ആളുടെ ഡിസിഷൻ മേക്കിംഗ് കൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം. എസ്പെഷ്യലി ആ റഷ് ചെയ്യുന്ന ഒരു സ്വഭാവം കൂടെ മാറ്റുവാണെങ്കിൽ ഗെയിം ചേഞ്ചറാണ്. ആൻഡ് അൽവാരോ കെറേറാസ് ആസ് യൂഷ്വൽ ടോപ്പ് നോച്ച് ആയിരുന്നു. പുള്ളി എന്ത് മനുഷ്യനാണെന്ന് എനിക്കറിയത്തില്ല. എപ്പോഴൊക്കെ പുള്ളി ഫ്രെയിമിലില്ല. ഒപ്പം ഞാൻ പറഞ്ഞില്ല, കുറച്ച് എന്നാ പറയുക, കൺസർവേറ്റീവായിട്ടാണ് നിന്നത്. കാരണം ഒപ്പോണൻറ്റ് ആ ഒരു പാസ് റിലീസ് ചെയ്യുമ്പോഴേക്കും ഫ്രെയിമിലില്ലാത്ത പുള്ളി പെട്ടെന്ന് ചാടി വീഴും. എവിടെ നിന്ന് വരുന്നത് എനിക്കറിയത്തില്ല. എന്തിൻ്റെ ഇതാണ്, ഇവൻ ലാസ്റ്റ് ആഡ് ഓൺ ടൈമിൽ ഇതാണ് സംഭവം. സോ എടുത്തു പറയേണ്ട കാര്യമാണ്, അതൊന്നും പറയാനില്ല. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു അൽവാരോ കെറേറാസിനെ. ചൗമനി അസോസിയേഷൻ പറയാൻ ചൗമനിയെ ഗോൾസും അസിസ്റ്റും വെച്ച് വിലയിരുത്തലെന്ന് പറയുന്നത് കൊണ്ടാണ് ഇന്നലത്തെ മാച്ച് കണ്ടവർക്കറിയാം എന്ത് മാത്രം കവറാണ് പുള്ളി ആ മിഡ്ഫീൽഡിൽ കൊടുക്കുന്നത്. വാൽവേർഡെ അഗെയിൻ ടോപ്പ് ക്ലാസ് പെർഫോമൻസ്. ഹഡ്സൺ കുഴപ്പമില്ലായിരുന്നു, ബട്ട് മിലിറ്റാവോ വാസ് എ സ്റ്റാൻഡ് ഔട്ട് ടെസ്റ്റഡ് ഡിഫെൻസീവ്ലി. ആൻഡ് കോർട്ടുവയും ഇന്നലത്തെ സിറ്റുവേഷനിൽ നല്ല 2 സേവുകളുണ്ടായിരുന്നു. ആൻഡ് റയൽ മാഡ്രിഡ് ഇവഞ്ച്വലി 10 പേരായെങ്കിലും ആ പെനൽറ്റി 10 പേരായതിനു ശേഷമാണ് കിട്ടുന്നത്, 2-1 ആക്കുന്നത്. പക്ഷെ അതിനുശേഷം ഡിഫെൻസീവ്ലി ദേ ലുക്ക് ഓക്കെ. ഇവൻ ദോ മാർസ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്നല്ല, ബട്ട് ഡിഫെൻസീവ്ലി ദേ ഹോൾഡ് ഓൺ പ്രോപ്പർലി. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. സോ ഒരു 2-1 വിക്ടറി ആയിട്ട് റയൽ മാഡ്രിഡ് പോവാണ്. പക്ഷേ റയൽ മാഡ്രിഡിൻ്റെ ഇൻറ്റൻസിറ്റി ചില സിറ്റുവേഷൻസിൽ ഡൗൺ ആവുന്നതും, മേ ബി വൈഡ് ഏരിയാസിൽ ഒപ്പോണൻസിൽ നല്ല വിങ്ങേഴ്സ് ഉണ്ടെങ്കിൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതും, ആൻഡ് കിട്ടുന്ന ചാൻസുകൾ കൺവേർട്ട് ചെയ്യാത്തതും, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിൽ ആദ്യത്തെ മിനിറ്റ്സുകൾ ഇത്ര അഗ്രസീവ്ലി കളിക്കുമ്പോൾ കിട്ടുന്ന ചാൻസുകൾ കൺവേർട്ട് ചെയ്യണം. കൂടെ ഗൂളർ മേ ബി ഗൂളർ ഇങ്ങനത്തെ ബിഗ് ചാമ്പ്യൻസ് ലീഗ് നൈറ്റ്സിൽ ഫിസിക്കൽ ഗെയിമിലോട്ട് വരുമ്പോഴേക്കും ക്യാൻ ഈ സ്റ്റെപ്പ് അപ്പ് എന്നുള്ളതും ആൻസർ ചെയ്യേണ്ട കാര്യമാണ് റയൽ മാഡ്രിഡിന് ഇനിയും വരുന്ന അപ്കമിങ് മാച്ചുകൾ. സോ അവിടുന്ന് നമ്മൾ നേരെ യുവൻറ്റസ് വേഴ്സസ് ബൊറൂസിയ ഡോർട്ട്മുണ്ട് മാച്ച് ഒന്ന് ടച്ച് ചെയ്ത് വിടണം. മാൻ ഇതൊരു ക്ലാസിക് മാച്ച് ആയിരുന്നു, പക്കാ ക്ലാസിക് മാച്ച്. ഈ മാച്ച് മിസ് ചെയ്തു പോയി ലൈവ്. പക്ഷേ മാൻ ഫസ്റ്റ് ഹാഫ് 0-0, 8 ഗോളും വരുന്നത് സെക്കൻഡ് ഹാഫിൽ. ആൻഡ് മാൻ ഇപ്പം ആഡിയമ്മയുടെ ഗോളിൽ സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഡോർട്ട്മുണ്ട് ലീഡ് എടുക്കുകയാണ്. ആൻഡ് ഇൽഡിസ് എന്തുകൊണ്ട് ഇപ്പോൾ വേൾഡിലെ വൺ ഓഫ് ദ മോസ്റ്റ് ത്രെറ്റനിങ് പ്ലെയറായി മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിരുന്നു ഇന്നലത്തെ മാച്ച്. ആൻഡ് ഇൽഡിസ് മാൻ നിറഞ്ഞാടി ഇന്നലെ. സോ 1-0 പുറകെ നിൽക്കുന്ന യുവൻറ്റസ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇൽഡിസിൻ്റെ യെറ്റ് അനദർ ബാങ്കർ. ലാസ്റ്റ് ഗെയിമിൽ ഇന്ററിന് അഗേൻസ്റ്റ് ഒരു ബാങ്കർ അടിച്ചു വരുന്ന ഒരുത്തരാണ്. ഈ മാച്ചിൽ പുള്ളി ബാങ്കർ ഗോളുകളെ സ്കോർ ചെയ്തുള്ളൂ. ഇൽഡിസിലോട്ട് ബോൾ വരുന്നു, ലോങ് ഷോട്ട്, ബാങ്കർ. അതിനുശേഷം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബ്ലാഹോവിച്ച് പിച്ചിൽ ഇറങ്ങുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു. ആൻഡ് ബ്ലാഹോവിച്ച് എറ്റാൻ അതർ ഗെയിം ചേഞ്ചർ ആയിരുന്നു. പക്ഷേ 1-1 ആയ സ്ഥിതിക്ക് അപ്പുറത്തൊരു സൂപ്പർ ഗോൾ വന്നില്ല. സോ ഇപ്പുറത്തും ഒരു സൂപ്പർ ഗോൾ വരാമെന്ന് പറഞ്ഞ് ഫെലിക്സ് നമേച്ച നമ്മൾ നോക്കാനായിട്ടാണ് ഔട്ട് സൈഡ് ദ ബോക്സ് ഒരു കിഡിലൻ ഷോട്ട് എടുക്കുവാണ്, 2-1 ആക്കുവാണ് ആ ഒരു ബൊറൂസിയ ഡോർട്ട്മുണ്ട്. പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്ന ബ്ലാഹോവിച്ച് ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ആണ് ആൾ ഇന്നത്തെ മാച്ചിൽ ഉണ്ടാക്കിയത്. വ്ലാഹോവിച്ചിനെ ആര് റിലീസ് ചെയ്യുന്നു? ഇൽഡിസ് ഒരു ട്രാൻസിഷന് റിലീസ് ചെയ്യുന്നു. അവിടെ ഇൻ ബിഹൈൻഡ് റൺ നടത്തുന്ന ആര്? വ്ലാഹോവിച്ച്. ആൻഡ് വ്ലാഹോവിച്ച് ഫിനിഷ് ചെയ്യുകയാണ്, 2-2 ആക്കുകയാണ്. പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ 2 ഗോളുകൾ അടുപ്പിച്ച് ആര്? ബൊറൂസിയ ഡോർട്ട്മുണ്ട് അടിക്കുകയാണ്. ഒന്ന് കെഫ്രാൻ തുറാം അനാവശ്യമായിട്ട് ബോൾ കൊണ്ടേ അവരുടെ കയ്യിലിരുന്ന ബോൾ കൊണ്ടേ കളയാണ്. അത് കൂട്ടോ ബോളുമായിട്ട് പോകുന്നു. അവിടെ സബിച്ചറാണ് പ്രസ് ചെയ്ത് ബോൾ വിൻ ചെയ്യുന്നത്. കൂട്ടോയിലോട്ട് ചെല്ലുന്നു. കൂട്ടോ ആ ടൈറ്റ് ആംഗിളിൽ നിന്ന് ഷോട്ട് എടുക്കുകയാണ്, 3-2 ആക്കുകയാണ്. പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണ് ഒരു ട്രാൻസിഷനിൽ യൂലിയൻ ബ്രാൻഡിലോട്ട് ചെല്ലുന്നു. ആഡിയമ്മി ക്ലിയർ ചെയ്യുന്നു, യൂലിയൻ ബ്രാൻഡിലോട്ട് ചെല്ലുന്നു. യൂലിയൻ ബ്രാൻഡ് ഗുറേസിനെ റിലീസ് ചെയ്യുന്നു. ഗുറേസിയുടെ ഷോട്ട് ബ്ലോക്ക് ചെയ്യാണ്, അത് ഹാൻഡ് ബോൾ ആണ്. പെനൽറ്റി കിട്ടുകയാണ്. ബെൻസെബാനി അത് പെനൽറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അവിടെ 4-2 ആക്കുന്നു. ഓക്കെ, 4-2 ആയി, ഇനി കളി സീൽ ഓഫ് ചെയ്യാം. ബട്ട് നോ, ബൊറൂസിയ ഡോർട്ട്മുണ്ടിൻ്റെ ഡിഫെൻസീവ് വറീസ് വീണ്ടും അവർക്ക് പണി തന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അടുത്ത ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾ നോക്കുക. അവിടെ ബെൻസെബാനിയുടെ കാലിലാണ് ബോൾ. ഈസിലി ഒരു പാസ് റിലീസ്, ഒരു പ്രഷർ അവിടെ മേ ബി ക്ലിയർ ചെയ്യുക, അടിച്ച് ഔട്ട് വിടുക, എന്തെങ്കിലും ചെയ്യാം. പക്ഷെ അവിടെ ബെൻസെബാനി ആർക്കാണ് പാസ് കൊടുക്കുന്നത്? നേരെ നമ്മുടെ കലൂലുവിൻ്റെ കാലിലോട്ട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആര്? ബെൻസെബാനി പാസ് കൊടുക്കുകയാണ്. കലൂലുവിൻ്റെ ക്രോസ് ബോക്സിലോട്ട് വരികയാണ്. അവിടെ ആര് വന്ന് അറ്റാക്ക് ചെയ്യുകയാണ്? വ്ലാഹോവിച്ച് അറ്റാക്ക് ചെയ്യുകയാണ്. 4-3 ആക്കുകയാണ്. ഓക്കെ, 4-3 ആയി. ഇനി ഡിഫെൻസീവില് നമുക്ക് സോളിഡായിട്ട് നിൽക്കാം. ഇല്ല, 6-ാം മിനിറ്റ്, 90+6th മിനിറ്റ്, 6 മിനിറ്റ് ആണ് ഓൺ ടൈം. 6-ാം മിനിറ്റിൽ അവിടെ അവരുടെ ഹാഫിലാണ് ബോൾ, യുവൻറ്റസിൻ്റെ ഹാഫിലാണ് ബോൾ. അവിടെ വെച്ച് യുവൻറ്റസ് ബോൾ വിൻ ചെയ്യാണ്. അവിടെ പാസ്, അവിടെ 4-4 ആയ ശേഷം. പക്ഷെ അവിടെ എന്ത് പുവർ ഡിഫെൻസീവ് ഡിസ്പ്ലേ ആണല്ലേ 2 ടീമിൻ്റെ കയ്യിൽ നിന്ന് ഇന്നലെ. എസ്പെഷ്യലി ആ 4-2 ആക്കിയതിനു ശേഷം ഡോർട്ട്മുണ്ട്
ഇങ്ങനെ വോട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. സോ എന്താണ് പറയാനാണ് ഒരു 4-4 മാച്ച്. നിങ്ങൾക്ക് ഇപ്പോൾ ലൈനപ്സ് കാണാൻ രണ്ട് ടീമിൻ്റെയും. സോ എനിക്ക് മനസ്സിലാവാത്ത നല്ല ഓപ്ഷൻസ് ബെഞ്ചിലുണ്ടായിരുന്നു. പുള്ളി ഒരു കമ്പാരിറ്റീവ്ലി വീക്കറായിട്ടുള്ള പ്ലേയേഴ്സിനെയാണ് പിച്ചിൽ ഇറക്കിയത്. ഇഗോർ ടുഡോർ അത് കുറച്ച് വറിയിങ് ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് വ്ലാഹോവിച്ച് കമ്മിങ് ഓഫ് ദ ബെഞ്ച് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി പറയാതിരിക്കാൻ പയ്യ. ആൻഡ് ഇൽഡിസ് മാൻ വാട്ട് എ പ്ലെയർ, ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ മറ്റൊരു മാച്ചിലോട്ട് വരുമ്പോഴേക്കും VRAL വേഴ്സസ് ടോട്ടനാം ഹോട്ട്സ്പർ സ്റ്റേഡിയത്തിലായിരുന്നു. അത് 1-0 ഒരു വിക്ടറി നേടിക്കൊണ്ട് ടോട്ടനാം പോയി. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാറ്റ്സ് കാണാം. ആപ്പാടെ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റാണ് മൊത്തം ഈ മാച്ച് വന്നത്. ഒറ്റ ഒരെണ്ണം ടോട്ടനാം ഹോട്ട്സ്പറിൻ്റെ. VRAL അപ്പുറത്ത് ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും എടുത്തില്ല. രണ്ടുപേരെ XG 5.5 സംതിങ് ആണ്. ഒരാളുടെ 4.8ഉം ഒരാളുടെ 0.54ഉം. സോ മേ ബി ഒരു ബോറിംഗ് മാച്ച് ആയി കാണാൻ കണ്ടവർ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. ഞാൻ ഹൈലൈറ്റ്സ് കണ്ട ഇത് കാര്യമായിട്ടൊന്നും ഈ മാച്ചിലില്ല എന്ന്. പക്ഷേ VRAലിന് ചാൻസുകൾ ഉണ്ടായിരുന്നു. പെപ്പയ്ക്കൊക്കെ നല്ല 1-2 ചാൻസുകൾ ഉണ്ടായിരുന്നു, പക്ഷേ കൺവേർട്ട് ചെയ്തില്ല. അപ്പുറത്ത് ടോട്ടൻഹാം ഹോട്ട്സ്പറിനാണെങ്കിൽ കിട്ടിയത് ഒരു ഓൺ ഗോളാണ്. നിങ്ങൾക്ക് കാണാം അവിടെ ബെർഗ്വാളിനെ ക്രോസ് ബോക്സിലോട്ട് വരുവാണ്. അവിടെ റിച്ചാർഡ്സനെ ടാർഗറ്റ് ചെയ്താണ് വരുന്നത്. പക്ഷേ അവരുടെ ജൂനിയർ എന്ന് പറയുന്ന ബ്രസീലിയൻ ഗോൾ കീപ്പർ, പുള്ളിയുടെ ഡെബ്യൂട്ടായിരുന്നു ചാമ്പ്യൻസ് ലീഗിൽ. പുള്ളി അത് സ്പില്ല് ചെയ്യുവാണ്, പുള്ളിയുടെ കയ്യിലിടിച്ച് അത് പോസ്റ്റിനകത്തോട്ട് കയറുവാണ്. കിട്ടിയത് ഒരു ലക്കി ഗോളാണ് സ്പേഴ്സിന്. ആ ലക്കി ഗോൾ ഏടിക്കൊണ്ട് അവർ പോവാണ്. കൂടാതെ മാച്ചിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പം കാണാം മിക്കി വാൻഡവേൻ അവിടെ ഇൻ ബിഹൈൻഡ് ബോൾ വരുന്നത് അവിടെ VRAലിൻ്റെ ഒരു പ്ലെയറിനെ പുഷ് ചെയ്ത് ഡൗണിലിരുന്നത് നിങ്ങൾക്ക് കാണാം. സോളമൻ ആയിരുന്നു തോന്നുന്നു. അതൊരു പെനൽറ്റി അല്ലായിരുന്നു, അത് ഔട്ട്സൈഡ് ദ ബോക്സ് ആയിരുന്നു. പക്ഷേ അത് യെല്ലോ കാർഡും കൊടുക്കുമായിരുന്നു. പക്ഷെ നമുക്കത് ക്ലിയർലി ഇപ്പം ഫോക്കസ് ചെയ്ത് കാണുമ്പം കാണാം. ഒന്നാമത് ആ പ്ലെയറിൻ്റെ കാലിൽ അത് കൺട്രോളിലില്ലായിരുന്നു. സോ അത് ബോൾ കൺട്രോളിലാക്കിയിട്ടില്ല. സോ ലാസ്റ്റ് മാൻ ആണോ നിങ്ങൾക്ക് ആർഗ്യൂ ചെയ്യാം. അവിടെ മേ ബി അവിടെ റൊമേറോ കവർ കൊടുക്കുമായിരുന്നോ ഡോണ്ടോ. പക്ഷേ അത് പ്ലെയറിൻ്റെ ഓപ്പോണൻറ്റ് VRAലിൻ്റെ പ്ലെയറിൻ്റെ കൺട്രോളിൽ ആ ബോൾ ആയിട്ടില്ലായിരുന്നു. സോ ഐ തിങ്ക് യെല്ലോ കാർഡ് ഈസ് ദ റൈറ്റ് ഡിസിഷൻ ഈ ഒരു സിറ്റുവേഷനിൽ. സോ അവിടെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരു യെല്ലോ കാർഡ് രക്ഷപ്പെടുവാണ്. മിക്കി വാൻഡവേന് റെഡ് കാർഡ് കിട്ടുന്നില്ല. അതാണെങ്കിൽ ഔട്ട്സൈഡ് ദ ബോക്സ് ആണ് വരുന്നത്. അത് ഫ്രീ കിക്ക് ജസ്റ്റ് വെളിയിലോട്ട് പോകണം പെപ്പയുടെ ഷോട്ട് ആ ഒരു സിറ്റുവേഷനിൽ. സോ ഒരു 1-0 വിക്ടറി നേടിക്കൊണ്ട് ടോട്ടൻഹാം ഹോട്ട്സ്പർ അവരുടെ ഹോമിൽ അവരുടെ ക്യാമ്പയിൻ ആൻഡ് തോമസ് ഫ്രാങ്ക് തുടങ്ങിയിരിക്കുകയാണ്. സോ അവിടുന്ന് മറ്റൊരു മാച്ചിലോട്ട് പറയാനായിട്ടാണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മത്സരമായിരുന്നു ബിൽബാവ് വേഴ്സസ് ആർസണൽ. സോ ആർസണൽ 2-0 സാൻ മെംസിൽ പോയി ജയിച്ചിട്ടുണ്ട്. ഈ മാച്ചിൽ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഗെയിമിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്. സ്റ്റാറ്റിസ്റ്റിക്കലി നിങ്ങൾക്ക് കാണാം ആർസണൽ കുറച്ച് ഡോമിനേറ്റ് ചെയ്ത മാച്ച് തന്നെയാണ്. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ മേ ബി അത്ലറ്റിക് ക്ലബ് ബിൽബാവ് ഒരു ഗോൾ അടിക്കുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. ഫിസിക്കൽ ബാറ്റിൽസിലോട്ട് ഗെയിം പോകുന്നുണ്ടായിരുന്നു. പാരഡസും വിവിയനും സാൻസെറ്റും ഒക്കെ നല്ലപോലെ ഫിസിക്കലി ആർസണലിൻ്റെ പ്ലേയേഴ്സിനെ ഒപ്പം നിൽക്കുന്നുണ്ടായിരുന്നു. ആർസണൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് എസ്പെഷ്യലി ഗബ്രിയലിൻ്റെ ഒരു മാസ്റ്റർ ക്ലാസ് നമ്മൾ കണ്ടു. ഡിഫെൻസീവ്ലി ഗബ്രിയലും മോസ്കോറയും നല്ല പോലെ തന്നെ നിന്നു ഫസ്റ്റ് ഹാഫിൽ. എന്ന് പറഞ്ഞാൽ ചാൻസ് ആഫ്റ്റർ ചാൻസ് അവർ ക്രിയേറ്റ് ചെയ്യുന്നതല്ല, അവർ ആ ചാൻസ് ക്രിയേറ്റിംഗ് ആക്ഷൻസ് അവർക്ക് ഉണ്ടാക്കാനായിട്ട് അവരുടെ മൂവ്മെൻറ്റ്സും പൊസിഷനിങ്ങും ഹെൽപ്പ് ചെയ്തില്ല. എസ്പെഷ്യലി ഗബ്രിയൽ മാൻ. ആർഗ്യുബിലി നമുക്കിപ്പം വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് സെൻറ്റർ ബാക്ക് ആർഗ്യുമെൻറ്റ് സലീബയുടെ പേരും വാൻഡേക്കിൻ്റെ പേരും ഒക്കെ പറയും. ബട്ട് ഞാൻ സലീബയിലും മേലിൽ പറയുന്ന ഒരു പേരാണ് ഗബ്രിയൽ. വിത്തൗട്ട് എ ഡൗട്ട് ബോൾ ഓൺ ദ ബോൾ ആൻഡ് ഓഫ് ദ ബോൾ പുള്ളിയുടെ അബിലിറ്റി സ്റ്റോപ്പ് നോച്ചാണ്. സോ അവിടുന്ന് പിന്നീട് സെക്കൻഡ് ഹാഫിൽ 70 മിനിറ്റ് 0-0 ഓക്കെ ഈ മാച്ച് ഒരു ഡ്രോയിലോട്ടാണോ പോകുന്നൊരു സിറ്റുവേഷൻ. സെക്കൻഡ് ഹാഫിൽ ആർസണലാണ് കുറച്ച് ബെറ്റർ ആയിട്ട് കളിച്ചത്. പക്ഷേ മാർട്ടിനേലിയും ട്രൊസാർഡും 2 സബ്സ്റ്റിറ്റ്യൂഷൻസ് ബെഞ്ചിൽ നിന്ന് വരികയാണ്. അതാണ് ഗെയിം ചേഞ്ചർ ആവുന്നതും. സോ നമുക്ക് കാണാം മാർട്ടിനേലിയുടെ ഫസ്റ്റ് ഇമ്പാക്റ്റ് തന്നെ ഗോളിലൂടെയാണ് കലാക്ഷിക്കുന്നത്. അവിടെ അവരുടെ ഉനൈസിവൻ്റെ ഗോൾ കിക്ക് മൊസ്കോറ ഹെഡ് ചെയ്യുന്നു, റൈസിലോട്ട് ചെല്ലുന്നു, റൈസ് ഫ്ലിക്ക് ചെയ്യുന്നു, ട്രൊസാർഡിലോട്ട് ചെല്ലുന്നു, ട്രൊസാർഡ് മാർട്ടിനേലിനെ റിലീസ് ചെയ്യുകയാണ്. ആൻഡ് മാർട്ടിനേലി ബോളുമായിട്ട് പോകുന്നു, ഗോളായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. 1-0 ആക്കുകയാണ് അവിടെ ആർസണൽ. അവിടെ മാർട്ടിനേലിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അവിടെ പാരഡസ് പുള്ളിനെ കവർ ചെയ്താണ്, പക്ഷേ പുള്ളിയുടെ ഒരു 1.5 ടച്ച് ഉണ്ടായിരുന്നു പാരഡസിനെ ബീറ്റ് ചെയ്യാൻ. സോ അങ്ങനെ 1-0 ആക്കുകയാണ്. പിന്നീട് സെക്കൻഡ് ഗോളും വരുന്നത് മാർട്ടിനേലി ട്രൊസാർഡ് കോമ്പിനേഷനോടെയാണ്. മാർട്ടിനേലി വൈഡിലൂടെ ത്രെട്ട് ക്രിയേറ്റ് ചെയ്യുന്നു, ബോളിലോട്ട് എന്താ പറയുക ഡ്രിബിൾ ചെയ്ത് ബോക്സിലോട്ട് കയറുന്നു, ടച്ച് ലൈനിൽ നിന്ന് ട്രൊസാർഡിന് പാസ് കൊടുക്കുന്നതാണ്. ട്രൊസാർഡിൻ്റെ ഷോട്ട് 2-0 ആക്കുകയാണ്. ആൻഡ് അത്ലറ്റിക് ബിൽബാവ് ഒരു ഗോൾ തിരിച്ചടിക്കുന്ന ഒരു ഫീൽ ഇല്ലായിരുന്നു. കംഫർട്ടബിളി ആർസണൽ ഡിഫെൻഡ് ചെയ്തു. സോ ആർസണലിന് ഇന്നത്തെ അപ്രോച്ചിൽ ഒരു കുറ്റവും പറയാനില്ല. സാൻ മെംസ് എവേ ചെന്നിട്ട് അങ്ങോട്ട് ഓപ്പണായി കളിക്കുക നടക്കുന്ന കാര്യമല്ല. റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു മാനേജേഴ്സ് ലീഗ് മാച്ചുകളിൽ പുള്ളി ഇത്ര കൺസർവേറ്റീവ് അപ്രോച്ച് എടുക്കുന്നത് ക്വസ്റ്റ്യനബിൾ ആയിരിക്കാം. ബട്ട് ചാമ്പ്യൻസ് ലീഗ് എവേ ഫിക്സ്റ്റേഴ്സ് കൺസർവേറ്റീവ് ആവേണ്ട സിറ്റുവേഷനിൽ കൺസർവേറ്റീവ് ആവണം, എന്നാലേ വിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെ അവർ എന്താ പറയുക ഒരു 2-0 വിക്ടറി നേടിക്കൊണ്ട് വരികയാണ്. അതുപോലെ തന്നെ ഇന്നലെ കർബാഗ് ആണെങ്കിൽ 3-2 ബെൻഫീക്കയുടെ ഹോമിൽ തോപ്പിക്കുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടു. സോ ഇറ്റ് വാസ് ആൻ ഇൻട്രസ്റ്റിംഗ് മാച്ച്. സോ എന്തൊക്കെയാണ് ഇന്നലത്തെ ചാമ്പ്യൻസ് ലീഗ് നൈറ്റ്സിലുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസും മറ്റൊന്നൊക്കെ പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.